കൊല്ലം കുണ്ടറ ആറുമുറിക്കടയിൽ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം എന്ന് സംശയം. ട്രാക്കിന് കുറുകെ 2 തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചതായി കണ്ടെത്തി. എഴുകോൺ പോലീസ് എത്തി പോസ്റ്റ് മാറ്റിയതിന് പിന്നാലെ വീണ്ടും പോസ്റ്റ് ട്രാക്കിൽ വെക്കുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ് കടന്നുപോകേണ്ട സമയത്തായിരുന്നു സംഭവം. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. എസ് വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഏത് സമയത്താണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടത്? ആദ്യം വെച്ച അതേ പോസ്റ്റ് തന്നെയാണ് വീണ്ടും അവിടെ തന്നെ വെച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇന്ന് 2:45 കൂടിയാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു സംഭവം കാണുന്നതും അതുപോലെ തന്നെ അവസരിതമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തത്. ഇത് കൊല്ലം കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപത്തായിട്ടാണ്. അതായത് ഇലക്ട്രിക് പോസ്റ്റ് റെയിൽപാളത്തിന് കുറുകെ വെച്ചതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുകയും ഈ പോസ്റ്റ് മാറ്റുകയും ചെയ്തിരുന്നു. വീണ്ടും പോലീസിന് സംശയം തോന്നി അവിടെ ഒരു നിരീക്ഷണം നടത്തിയപ്പോഴാണ് വീണ്ടും ഈ പോസ്റ്റ് കാണാനിടയായത്. അങ്ങനെ പോലീസ് മാറ്റുകയും ചെയ്തു. 3:30 കൂടി പാലരുവി എക്സ്പ്രസ് ആണ് കടന്നു വരേണ്ടത്. പാലരുവി എക്സ്പ്രസ് കടന്നു പോവുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ റെയിൽവേ വകുപ്പ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും വിനീഷ്, ഇതിലിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ആദ്യം പോസ്റ്റ് കാണുന്നു, അത് മാറ്റുന്നു, വീണ്ടും പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ അത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയ ഒരു പ്രവൃത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പോലീസ് അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ആദ്യം ഇവര് പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് ആണെന്ന് കരുതിയില്ല, വാഴ മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഇവർക്ക് ആദ്യം സംശയം തോന്നിയത്. അങ്ങനെയാണ് പോലീസ് അവിടെ എത്തിയത്. പിന്നെയാണ് അതൊരു ഇലക്ട്രിക് പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെ ഇത് മാറ്റി ദൂരത്തേക്ക് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും സംശയം ആയിട്ട് തന്നെ പോലീസിന്റെ അന്വേഷണമായിട്ട് തന്നെ അവിടെ എത്തി നിരീക്ഷണം ശക്തമാക്കിയപ്പോഴാണ് വീണ്ടും ഈ ഒരു പോലീസ് പോസ്റ്റ് കാണാനിടയായത്. അങ്ങനെ പോസ്റ്റ് മാറ്റുകയും ചെയ്തു. 3:30 കൂടി വാഹനം തീവണ്ടി കടന്നു പോവുകയും ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. അഭിലാഷ്, എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ഒപ്പം ഈ പ്രദേശവാസികൾ, ഇതിലിപ്പോൾ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ആകാം, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുള്ള ആളുകളാകാം, അതല്ല എങ്കിൽ ആസൂത്രിതമായ ഒരു അട്ടിമറി ശ്രമം ആയിരിക്കാം നടന്നിട്ടുള്ളത്. ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ പ്രദേശത്ത് CCTVകളോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഉള്ള ഒരു പ്രദേശം ആണോ ഇത്? ആരാണ് ഈ പുലർച്ചെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തന്നെയല്ല, 2:45 കൂടിയാണ് ഇത് കാണുന്നതും. ആ സമയം നല്ല ഇരുട്ടുള്ള ഒരു സമയമാണ്. പിന്നെ സമീപത്ത് ഒരു ആവടിഞ്ഞ പ്രദേശവും കൂടിയാണ് അഭിലാഷ് ആ ഒരു ഭാഗം. അപ്പം അതിന് സമാനമായിട്ടൊരു റോഡുണ്ട്. ഈ റോഡിന്റെ ചില കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നതും. റെയിൽവേ വകുപ്പ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും മിനീഷ് സൂചിപ്പിക്കുന്ന പോലെ ഇത് വലിയ ആൾപ്പാർപ്പുള്ള പ്രദേശമല്ല എങ്കിൽ തന്നെയും ഈ ഇലക്ട്രിക് പോസ്റ്റ് ആണോ ടെലിഫോൺ പോസ്റ്റ് ആണോ എന്നതിലൊക്കെ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഈ പോസ്റ്റ് എത്തിച്ചതല്ല എങ്കിൽ സ്വാഭാവികമായും പോലീസിന് അത് അറിയാൻ സാധിക്കുമല്ലോ. ഇത് ഉപയോഗമില്ലാത്ത ഒരു പോസ്റ്റാണ്. അതായത് ടെലിഫോൺ പോസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉപയോഗമില്ലാത്ത പോസ്റ്റ് ഒരു ഭാഗം ഒടിഞ്ഞ രീതിയിലാണ്. അങ്ങനെ ട്രെയിൻ കടന്ന് വരുന്ന സമയത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. 2:30 കൂടി കാണാനിടയായി. 3:30 പാലരുവി എക്സ്പ്രസ് ആണ് അതുവഴി കടന്നു വരേണ്ടത്. അപ്പോൾ ഈ ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയാണെന്ന് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പോലീസ് അത്തരത്തിലുള്ള ധൈര്യത്തോടെ തന്നെയാണ് അഭിലാഷിത് കാണുന്നത്. എന്തായാലും ഈ ഉടൻ തന്നെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരും. അന്വേഷണം കൃത്യമായി നടക്കുന്നതായിട്ടാണ് നമുക്കറിയുന്നത്. എന്തായാലും അതീവ ഗൗരവമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അട്ടിമറി ശ്രമമാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വലിയ അപകടം ഒഴിവായി എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. ആരാണ് ഇതിന് പിന്നിൽ? സാമൂഹ്യ വിരുദ്ധർ ആണോ അല്ലെങ്കിൽ മദ്യപാനികളാണോ? അതിനപ്പുറത്ത് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു അട്ടിമറി നീക്കം ആണോ നടന്നത് എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ റെയിൽവേ പാളത്തിൽ ആണ് ഉപയോഗശൂന്യമായ ടെലിഫോൺ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ പോലീസ് അത് നീക്കം ചെയ്തു. എന്നാൽ അതിനുശേഷം വീണ്ടും പാളത്തിൽ തന്നെ ഇത് കണ്ടെത്തി എന്നത് ആണ് അട്ടിമറി ശ്രമം എന്ന സംശയത്തിലേക്ക് എത്തിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലരുവി എക്സ്പ്രസ് ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആണ് ഇത്തരത്തിൽ ഒരു നീക്കം ശ്രദ്ധയിൽപ്പെട്ടത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്.